മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഉപേക്ഷിച്ച് കോട്ടയം പുതുപ്പള്ളി പള്ളിയും. മെയ് മാസം നടക്കുന്ന പ്രധാന പെരുന്നാളിൽ വെടിക്കെട്ട് ഒഴിവാക്കി ആ പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് തീരുമാനം. മാസങ്ങൾക്കു മുന്നേ ഒരുക്കം, അലങ്കാര വെളിച്ചങ്ങളും മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന കരിമരുന്ന് പ്രയോഗവും. കോട്ടയത്തെ ഏറ്റവും വലിയ പെരുന്നാൾ നടക്കുന്ന പുതുപ്പള്ളി പള്ളിയിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ആഘോഷം. ഇക്കുറി അതിന് മാറ്റമുണ്ട്. വെടിക്കെട്ട് ഉണ്ടാകില്ല. ആകാശത്ത് വർണ്ണവിസ്മയമുണ്ടാകില്ല. മുണ്ടത്തിക്കോടിൽ മരിച്ചു വീണ മനുഷ്യരെ ഓർത്താണ് തീരുമാനം. വെടിക്കെട്ട് ഉപേക്ഷിക്കണമെന്ന മലങ്കര സഭാധ്യക്ഷൻ കത്തോലിക്ക ബാവയുടെ ആഹ്വാനം ഏറ്റെടുക്കുകയാണ് ഇടവക ഭരണസമിതി. മെയ് 5-ാം തീയതി വൈകിട്ടാണ് ഈ പ്രാവശ്യം ഫയർ വർക്ക്സ് നടത്തുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിന്റെ നിർദ്ദേശപ്രകാരം മുണ്ടത്തിക്കോട് അപകടത്തിൽപ്പെട്ട ജനങ്ങളോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പുതുപ്പള്ളി വലിയ പള്ളി ഈ പ്രാവശ്യം ഫയർ വർക്ക്സ് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ആഘോഷത്തിനായി കരുതിവെച്ച തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ബാക്കി തുക വരുന്നത് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവിടെ തന്നെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അനേക ആളുകൾക്ക് ഡയാലിസിസ്, അതുപോലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ഇവയ്ക്കൊക്കെ പറ്റി ഞങ്ങൾ ആ തുകകൾ വിനിയോഗിക്കാൻ തക്കവണ്ണം ഇപ്രാവശ്യത്തെ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി പള്ളി ഒന്നടങ്കം അത് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാദ്യമായാണ് വെടിക്കെട്ടില്ലാതെ ഒരു പെരുന്നാളിന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സാക്ഷിയാകുന്നത്. തീരുമാനത്തെ ഇടവകയിലുള്ളവർ പൂർണ്ണമായി പിന്തുണച്ചു. കഴിഞ്ഞ വർഷം പത്തനംതിട്ട ചന്ദനപ്പള്ളി വലിയ പള്ളിയിലും വെടിക്കെട്ട് ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. മാതൃകാപരമായ തീരുമാനങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലും വലിയ കയ്യടികളാണ് ലഭിക്കുന്നത്. ബിഗ് ടിവി, കോട്ടയം.